നന്ദന ഡിഗ്രി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖം വന്നു. ഒരു ദിവസം ലക്ഷ്മി ബോധം കെട്ടു വീണു. നന്ദന പെട്ടെന്നു തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. തന്റെ അമ്മയ്ക്ക് വലിയൊരു സർജറി ആവശ്യമുണ്ടെന്നും ഇല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാവുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ നന്ദന പകച്ചുപോയി. എന്തു ചെയ്യും? ആരുണ്ട് തന്നെ സഹായിക്കാൻ? അമ്മയെ ഗർഭിണിയാക്കി കടന്നുകളഞ്ഞ അച്ഛനെന്നു പറയുന്ന ആളെ എവിടെന്ന് പോലും അറിയില്ല. അയാളുടെ പേര് പോലും അമ്മ പറഞ്ഞിട്ടില്ല. താൻ ആരോട് സഹായം ചോദിക്കും? പെട്ടെന്നാണ് നന്ദനയ്ക്ക് അമ്മയുടെ പഴയ തകരപ്പെട്ടി ഓർമ്മ വന്നത്. അത് തുറക്കാൻ ഒരിക്കൽ പോലും ലക്ഷ്മി അമ്മ സമ്മതിച്ചിരുന്നില്ല. അന്ന് അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വീട്ടിൽ വന്ന സമയം അവൾ ആ പെട്ടി തുറന്നു നോക്കി. അതിൽ അമ്മയുടെ കുറച്ച് പഴയ ഫോട്ടോസും പിന്നെ ഒരു സുമുഖനായ യുവാവിൻ്റെ ഫോട്ടോയും അഡ്രസ്സും ഉണ്ടായിരുന്നു. കൂടെ ഒരു കത്തും. എന്നാലും രാഘവേട്ട, നിങ്ങൾ എന്നോടിത് ചെയ്തല്ലോ. ആ പേര് വായിച്ചതും നന്ദനയുടെ ശരീരം വിറച്ചു. രാഘവൻ, തൻ്റെ അച്ഛൻ. ആ ഫോട്ടോയിലെ അഡ്രസ്സ് നന്ദന കുറിച്ചെടുത്തു. പിന്നെ എല്ലാം പഴയതുപോലെ അടച്ചു വെച്ചു. തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. 2 ദിവസത്തിന് ശേഷം ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്തു. ഓപ്പറേഷനുള്ള പണം റെഡി ആയിട്ട് വന്നാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. വെറുതെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നന്ദന ജോലി അന്വേഷിക്കാനെന്നും പറഞ്ഞ് അച്ഛനെയും അന്വേഷിച്ച് ഇറങ്ങി. രാഘവനെ അന്വേഷിച്ച് നന്ദന എത്തിയത് കൊച്ചി എന്ന വലിയ നഗരത്തിലായിരുന്നു. അയാൾ വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു. വലിയ ബംഗ്ലാവ്, ഭാര്യയും ഒരു മകനും. നന്ദന രാഘവന്റെ ഓഫീസിൽ ജോലിക്ക് അപേക്ഷിക്കുന്നു. ഇന്റർവ്യൂ ദിവസം രാഘവൻ അവളെ ഒന്ന് നോക്കി. എന്തോ ഒരു പരിചിതത്വം, എവിടെയോ എന്തോ ഒരു ആത്മബന്ധം തോന്നി അയാൾക്ക്. പക്ഷെ എങ്ങനെ? അയാൾക്ക് മനസ്സിലായില്ല. നന്ദനയ്ക്ക് അവിടെ ജോലി കിട്ടി. നന്ദന ഓഫീസിൽ വേഗത്തിൽ ഉയർന്നു. വളരെ സ്മാർട്ടായി അവൾ ഓഫീസിൽ വർക്ക് ചെയ്തു. രാഘവന്റെ വിശ്വാസം പിടിച്ചെടുത്തു. ഒരു ദിവസം രാഘവൻ പറഞ്ഞു, നന്ദന, നിന്നെ കണ്ടിട്ട് എനിക്ക് എൻ്റെ മകളെ പോലെ തോന്നുന്നു. ആ വാക്ക് കേട്ട് അവളുടെ ഹൃദയം പിളർന്നു. ഒരു പുച്ഛത്തോടെ മനസ്സിൽ ഓർത്തു, ഞാൻ തന്നെയാണ് നിങ്ങളുടെ മകൾ. അവൾ രാഘവന്റെ പഴയ അനീതിയുടെ തെളിവുകൾ ശേഖരിക്കുന്നു. ഒരു വലിയ മീറ്റിംഗിൽ അവന്റെ പഴയ പാപങ്ങൾ അവൾ പുറത്തു കൊണ്ടുവരുന്നു. രാഘവൻ തകർന്നു. രാത്രി ഓഫീസ് ശൂന്യം. നന്ദന അയാളുടെ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് അയാളുടെ മുന്നിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, നിങ്ങൾ ഒരിക്കൽ ഒരു പെൺകുട്ടിയെ ചതിച്ചു. അവൾ ഇന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്നു. രാഘവൻ ഞെട്ടി. നന്ദന അയാൾക്ക് അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇവരെ ഓർക്കുന്നുണ്ടോ? ലക്ഷ്മി. രാഘവന്റെ തൊണ്ട വിറച്ചു, ശരീരം വിയർത്തു. നീ ആരാണ്? നന്ദനയുടെ കണ്ണു നിറഞ്ഞു. ഞാൻ ആ സ്ത്രീയുടെ വയറ്റിൽ നിങ്ങൾ ഉപേക്ഷിച്ച കുഞ്ഞ്, നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന മകൾ. അന്ന് ആദ്യമായി രാഘവൻ എന്ന വലിയ ബിസിനസ്സുകാരൻ കരഞ്ഞു. എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ ഭീരുവായിരുന്നു. നന്ദനയുടെ കണ്ണു നിറഞ്ഞു. അമ്മയ്ക്ക് നിങ്ങൾ കൊടുത്തത് സ്നേഹമായിരുന്നില്ല, അപമാനം. കല്യാണം കഴിക്കാതെ ഗർഭിണിയായി ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഈ സമൂഹത്തിന് മുമ്പിൽ ജീവിക്കാൻ ഒരു പെണ്ണ് പെടുന്ന കഷ്ടപ്പാട്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. രാഘവന്റെ തല താഴ്ന്നു. അയാൾ അവളുടെ മുന്നിൽ കൈകൂപ്പി. ക്ഷമിക്കൂ മോളെ, ഈ അച്ഛനോട് ക്ഷമിക്കൂ. എനിക്ക് ലക്ഷ്മിയെ കാണണം. പിറ്റേന്ന് വാതിൽ മുട്ടുകേട്ടാണ് ലക്ഷ്മി വാതിൽ തുറന്നത്. മുന്നിൽ ചിരിച്ചുകൊണ്ട് നന്ദന. അവൾക്ക് പിറകിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാഘവേട്ടൻ, 20 വർഷം മുമ്പ് തന്നെ ഉപേക്ഷിച്ചു പോയ തൻ്റെ പ്രിയപ്പെട്ടവൻ. ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. നന്ദന പെട്ടെന്ന് വന്ന് അമ്മയെ സമാധാനിപ്പിച്ചു.
അയ്യേ, സന്തോഷം വരുമ്പോൾ കരയാണോ? ഈ അമ്മ ഇങ്ങനെയാ. രാഘവൻ വീടിനകത്തു കയറി ഇരുന്നു. ആ വീടിന്റെ അവസ്ഥ അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. ലക്ഷ്മി, അയാൾ മൃദുവായ ശബ്ദത്തിൽ വിളിച്ചു. ഞാൻ അറിഞ്ഞിരുന്നില്ല നീ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് കരുതിയില്ല. എൻ്റെ സാഹചര്യം അതായിരുന്നു. അച്ഛനെ ധിക്കരിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. നിന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ മോള് പറഞ്ഞു. നീ പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്നെ കൊണ്ടുപോവാൻ എനിക്ക് പറ്റില്ല. എനിക്കൊരു കുടുംബമുണ്ട്. പക്ഷേ ഒരു ഭർത്താവിൻ്റെ കടമ, ഒരച്ഛൻ്റെ കടമ, അത് ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ്മിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. കൊച്ചിയിൽ തന്നെ അവർക്ക് വേണ്ടി അയാൾ ഒരു വലിയ വീട് വാങ്ങി. ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള ഒരു സംഖ്യ നന്ദനയുടെ പേരിൽ ബാങ്കിലിട്ടു. അവൾക്ക് തൻ്റെ ഓഫീസിൽ തന്നെ വലിയ ഒരു പോസ്റ്റിൽ ജോലിയും കൊടുത്തു. പക്ഷേ ആരോടും ഇത് തൻ്റെ ഭാര്യയും മകളുമാണെന്ന സത്യം അയാൾ പറഞ്ഞില്ല.